പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ കർത്താവിനെക്കുറിച്ച് പറയുന്ന വാക്കുകളാണിത്. ഈ കർത്താവ് സകല ലോകത്തെയും പാപത്തിനായി അറുക്കപ്പെട്ട കുഞ്ഞാട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ മഹൽ സംഭവം കാൽവറിയിൽ നിറവേറുവാനിടയായിത്തീർന്നു. കർത്താവ് അനേകരെ തേടി വന്ന കർത്താവാണെന്ന് തിരുവചനത്തിലൂടെ മനസ്സിലാക്കാം. നമ്മുടെ കർത്താവ് ഒരു മനുഷ്യനെ തേടി യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് വന്നു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. ഒരു ചുങ്കക്കാരനെ തേടി. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനവാനുമായിരുന്നു. അവൻ്റെ മനസ്സ് കർത്താവ് അറിഞ്ഞു. അവന് കർത്താവിനെ കാണണം. അവനൊരു കാട്ടത്തിയിൽ കയറി ഇരിക്കുകയാണ്. കർത്താവിനെ കാണുവാൻ വേണ്ടിയുള്ള ശ്രമമാണ്. കർത്താവ് അവനെ കണ്ടു. നീളത്തിൽ കുറിയവനായതുകൊണ്ട് ആളുകളുടെ ഇടയിൽ കർത്താവിനെ കാണുവാൻ കഴിയുന്നില്ല. കാട്ടത്തിന്മേൽ കയറിയിരുന്നു. എടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും അവൻ്റെ വിചാരം നല്ലതായിരുന്നു. കർത്താവ് മേലോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. കർത്താവ് അവനെ വിളിച്ചു. കർത്താവ് വിളിച്ചാൽ വരണം, വേഗത്തിൽ വരണം. സഖായി വലിയ മാറ്റം സംഭവിച്ചതായി പിന്നീട് നമ്മൾ കാണുന്നു. നമ്മെ കർത്താവ് വിളിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ മാറ്റം ഉണ്ടാകും. പലപ്പോഴും നമ്മൾ അതില്ലാതെയാണ് നാം കഴിയുന്നത്. അതാണ് നമ്മുടെ തോൽവിക്ക് കാരണം. കർത്താവ് പറഞ്ഞു, ഇവനും അബ്രഹാമിൻ്റെ മകൻ. ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. അതുകൊണ്ട് നമ്മെ തേടി വന്ന കർത്താവിനെ എപ്പോഴും ഓർക്കാം. ആ കർത്താവ് വിളിക്കുന്നതനുസരിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. വേഗത്തിൽ കർത്താവിൻ്റെ അരികിൽ ചെന്ന് കർത്താവ് പറയുന്നത് പോലെ നമുക്ക് ചെയ്യാം. കർത്താവ് നമ്മെ സ്വീകരിക്കുകയും നമ്മെ കാണുകയും നമ്മെ മുഴുവനായി അറിയുകയും ചെയ്യുന്ന കർത്താവാണ്. അവൻ്റെ മുമ്പിൽ സകലവും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു. അവൻ നമ്മെ കാണുന്ന ദൈവം. ഈ പ്രഭാതത്തിൽ അതിനായി നമുക്ക് ഒരുങ്ങാം. ഓരോ നിമിഷവും നമ്മെ അറിയുകയും നമ്മെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവിൻ്റെ പാദപീഠത്തിലാണ് നാം എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടെ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലെസ്.